അമ്മ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ആദ്യമായിട്ട് കാണുന്നത് പോലെ. ഞാൻ പറഞ്ഞില്ലേ, മനസ്സിന് വല്ലാത്തൊരു ഭാരം പോലെ തോന്നുന്നു. ഇന്നലെ രാത്രി കൊണ്ടുണ്ടായ ഭാരമൊക്കെ അങ്ങ് പോയി കാണുന്ന ഞാൻ കരുതിയെ. രാവിലെ അതും കൊണ്ടാണോ എണീറ്റേ? എന്റെ തങ്കം, ആപത്ത് വരുന്നുണ്ട് എന്നും പറഞ്ഞിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാലേ ഇരുന്നിടത്തുനിന്ന് എണ്ണീക്കാൻ ഒരു കാലത്തും നമുക്ക് തോന്നൂല. എന്തൊക്കെ കണ്ടതാ നമ്മള്. വരുന്നത് വരട്ടെ തങ്കം. എന്നാലും തങ്കത്തിനൊരു ഉറപ്പ് ഞാൻ തരാം. എനിക്കെന്തെങ്കിലും സംഭവിക്കാതെ തങ്കത്തിന്റെ കൃഷ്ണമോൾക്ക് ഒന്നും സംഭവിക്കില്ല. ഇതിൽ കൂടുതല് എന്ത് ഗ്യാരണ്ടി അമ്മയ്ക്ക് കിട്ടാനുള്ളത്? അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിക്കണ്ട. സുനന്ദേച്ചി, അമ്മയെ വിളിച്ചിട്ടേ അടുത്തിരുത്തിക്കോണം. ഇരുന്നു കൊണ്ട് ചെയ്യാമെന്ന ചെറിയ എന്തെങ്കിലും പണി ഏൽപ്പിച്ചാ മതി. വെറുതെ ഇരുന്നാലേ എന്റെ തങ്കം സ്വപ്നം കണ്ട് പേടിക്കും. കളിയാക്കിക്കോ. എന്റെ അവസ്ഥ എന്താണെന്ന് നിനക്കറിയില്ല. ബാക്കി കൂടെ പറയമ്മേ. നീ ഒരു അമ്മയായി നിന്റെ മോള് രാവിലെ എണീറ്റ് എവിടേക്കെങ്കിലും പോകുമ്പോഴേ നിനക്കത് മനസ്സിലാവൂ. അതും കൂടി ഒന്ന് കേൾക്കണം. ഞങ്ങളെ ലോട്ടറി ഒക്കെ വിറ്റിട്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നോളാം. എന്നാ എനിക്കൊരു ഉമ്മ തന്നിട്ട് ഖബരമ്മ ഇത് കേട്ടില്ലേ? എന്റെ അംഗനവാടിക്ക് വെച്ച് പറയുന്നത് ഉമ്മ കൊടുത്തിട്ട് പോവാൻ. ഇങ്ങനെയൊക്കെ പറയാൻ ഒരാളുണ്ടാവുക എന്നുള്ളത് ഒരു ഭാഗ്യമല്ലേ കൃഷ്ണൻ? പിന്നല്ലാതെ. ഇപ്പൊ സമാധാനായോ? ഇനി ഇതുപോലെ ചിണുങ്ങാൻ പാടില്ല കേട്ടോ. മോളെ, പാലപ്പെട്ടിയിലേക്കുള്ള വണ്ടി പോയാലേ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഉള്ളൂ. എന്നാ പോട്ടെ അമ്മേ. ഇതെന്താ ഈ പേപ്പർ? ക്ഷമയുടെ എല്ലാ അതിരുവരമ്പളും കഴിഞ്ഞു സുമിത്രേ. ഇനി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തടസ്സം പറഞ്ഞിട്ട് കാര്യമില്ല. വെട്ടിമുറിക്കേണ്ടത് എത്രയും നേരത്തെ വെട്ടിമുറിക്കണം. അതാ നല്ലത്. നന്ദേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? നവീനെ കൊണ്ട് ഈ ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിടിച്ചേ പറ്റൂ. ഈ ബന്ധനെ തുടർന്നുകൊണ്ട് പോകണ്ട. അയ്യോ, എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഈ കാര്യത്തിനെ കുറിച്ച് എപ്പ സംസാരിച്ചാലും സുമിത്രയുടെ മറുപടി ഇതാ. ശരി, ഞാൻ മുൻകൈ എടുക്കുന്നില്ല. സുമിത്രയ്ക്ക് ഇത് പരിഹരിക്കാൻ പറ്റുമോ? അവന്റെ ജീവിതം ഭദ്രമാക്കാൻ പറ്റുമെന്നാ എന്റെ ചോദ്യം. അത് ഗാഥയുടെ ഉള്ളിന്റെ ഉള്ളില് നല്ലൊരു പെൺകുട്ടി ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. എന്നെങ്കിലും ഒരു ദിവസം വരം തരുമെന്നും പറഞ്ഞ് മൂർഖം പാമ്പിനെ ആരെങ്കിലും കൂടെ കിടത്തുവോ? നവീന്റെ കാര്യത്തില് അങ്ങനെ ഒരു ധൈര്യം ഉണ്ടോ അമ്മയ്ക്ക്? അവന്റെ ആഗ്രഹങ്ങൾ മാറ്റിവെച്ചോ? നമുക്കൊരു മരുമകള് വന്നാൽ എങ്ങനെയായിരിക്കണം എന്നാ ഞാനും താനും ഒക്കെ ആഗ്രഹിച്ചേ. അവളെങ്ങനെ സ്നേഹിക്കണമെന്നാ, അവൾക്ക് എന്തൊക്കെ ഒരുക്കി കൊടുക്കണമെന്നാ, അവന്റെ കുഞ്ഞുങ്ങളെ എന്ത് വിളിക്കണം, എങ്ങനെ വിളിക്കണം എന്ന് വരെ നമ്മൾ കണക്ക് കൂട്ടി വെച്ചില്ലേ സുമിത്രേ? എന്തെങ്കിലും ഫലം ഉണ്ടായോ? നെഞ്ചിൽ കൈവച്ച് തനിക്ക് പറയാൻ പറ്റുമോ അവന്റെ ഭാര്യ ഗാഥ അവന് ചേർന്ന പെണ്ണാണ്, അത് തന്നെ മതി അവനെന്ന് തനിക്ക് തീരുമാനിക്കാൻ പറ്റുമോ സുമിത്രേ? അങ്ങനെ ഞാൻ പറയില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ വെട്ടിക്കളയേണ്ടത് വെട്ടിക്കളയണം. അത് അത്രയും നേരത്തെ തന്നെ വേണം. താന്റെ കൂടെ വാ, നമുക്കിത് അവനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം. നന്ദേട്ടൻ തനിച്ചു പോയാ മതി. എനിക്കിത് അവരോട് പറയാനെന്തോ. ആദ്യം നമ്മുടെ ഈ സംശയം മാറ്റണം. അവന് വേണ്ടിയാണ്, അവന്റെ ജീവിതം നന്നാക്കാൻ വേണ്ടി മാത്രമാണ്. വരുന്നുണ്ടോ താൻ?
അതേറെ കൊള്ളാം. എന്റെ ജീവിതത്തിൽ നിന്ന് വെട്ടിമാറ്റാൻ ഞാൻ തീരുമാനിച്ചെന്നറിഞ്ഞപ്പോ ആ വെടി വന്ന് കണ്ടോ? ഈ കാര്യത്തിൽ നിമിത്തങ്ങൾ കണ്ട് കൂടുതൽ കൂടുതൽ അപകടത്തിലേക്ക് പോകണ്ട. ഹലോ നവീൻ, എനിക്ക് നവീൻ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എനിക്ക് താല്പര്യമില്ല ഗാഥ. ഗാഥയ്ക്ക് തട്ടിക്കളിക്കാൻ വേണ്ടി സിത്താര മാഡം വാങ്ങിക്കൊണ്ടു തന്ന ഒരു കളിപ്പാട്ടമല്ല ഞാൻ. നവീൻ, ജസ്റ്റ് വൺ ചാൻസ്. എനിക്ക് സംസാരിക്കാനുള്ളതൊന്ന് കേൾക്കൂ. നോ ഗാഥ, ഞാൻ കേൾക്കത്തില്ല. അങ്ങനെ ഒന്നും കേൾക്കാൻ ഞാനിപ്പോ കാത്തിരിക്കുന്നില്ല. നവീൻ പ്ലീസ്, ഒരു നിമിഷമെങ്കിലും നവീൻ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നവീൻ അതിന് സമ്മതിക്കണം. ഒരു 5 മിനിറ്റ് മതി, അതിനപ്പുറം ഞാൻ എടുക്കില്ല. ശരി, കാണാം നമുക്ക്. എങ്ങോട്ടാ വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ പെട്ടെന്ന് ഇറങ്ങാം. സുമിത്രേ, ഇവൻ നന്നാവില്ല.